പ്രിയപ്പെട്ടവരെ, അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജിൻ്റെ വാർഷിക സമ്മേളനത്തിനെത്തിയതിൻ്റെ ഒരു ഫോട്ടോസാണ് ഇപ്പോൾ നിങ്ങളെല്ലാവരും കാണുന്നത്. വളരെ സന്തോഷകരവും ആനന്ദകരവുമായിട്ടുള്ള ഒരു കാഴ്ചയാണത്. പ്രത്യേകിച്ച് അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്ക്, അദ്ദേഹത്തെ പോലെ ഒരാളെ ആ ഒരു ജാമിയയുടെ സമ്മേളനത്തിൽ നിന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇതിൽ പങ്കെടുപ്പിക്കേണ്ട എന്ന് അവിടെ തീരുമാനമെടുത്തു എന്നുള്ള രൂപത്തിലുള്ള വ്യാപകമായിട്ടുള്ള പ്രചരണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതൊക്കെ തികച്ചും അവിടെ തെറ്റാണെന്നും അദ്ദേഹത്തിന് യാതൊരുവിധ രൂപത്തിലുള്ള ഒരു വിലക്കും അങ്ങോട്ടില്ല എന്നും അദ്ദേഹം ആ സ്ഥാപനത്തിലെ പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള രൂപത്തിൽ അദ്ദേഹത്തിന് ഏതൊരു സമയത്തും അവിടേക്ക് എത്താനും അവിടെയുള്ള പരിപാടികൾക്ക് ഒക്കെ പങ്കെടുക്കാനുമുള്ള എല്ലാവിധ സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ചില ആളുകൾ ഇത് ഒരു വിവാദമാക്കി അദ്ദേഹത്തിന് പ്രസംഗിക്കാനും അദ്ദേഹത്തിന് ഒരു പരിപാടിയിലും അദ്ദേഹത്തിൻ്റെ പേരില്ല എന്നും സ്റ്റേജിൽ ഇരിക്കാൻ അദ്ദേഹത്തിന് സാഹചര്യമില്ല എന്നുള്ള രൂപത്തിലുള്ള ഒരു തെറ്റായ രൂപത്തിലുള്ള പ്രചരണങ്ങളിലൂടെ ആ സ്ഥാപനത്തിൻ്റെ ഒരു പ്രൗഢഗംഭീരമായ ഒരു പരിപാടിയെ ഇകഴ്ത്തുന്ന രൂപത്തിലും അതിനെല്ലാം ഉപരി അതിൻ്റെ പ്രസിഡൻറ്റ് ബഹുമാനനും ആദരണീയനുമായിട്ടുള്ള പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെപ്പോലും ഇകഴ്ത്തുന്ന രൂപത്തിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ നേരിട്ട് ഇടപെട്ടുകൊണ്ട് അദ്ദേഹത്തെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുപ്പിക്കാതിരിക്കാനുള്ള, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ ആ ഒരു പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു പരിപാടിക്ക് അദ്ദേഹത്തിനെ മാറ്റി എന്നുള്ള രൂപത്തിലുള്ള വ്യാപകമായിട്ടുള്ള പ്രചരണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ വിലക്കി എന്നുള്ള വ്യാപകമായിട്ടുള്ള പ്രചരണമാണ് എല്ലാവരും ഉണ്ടായത്. തികച്ചും തെറ്റായിരുന്നു, അത് ഒരു അവാസ്തവമായിരുന്നു എന്നുള്ളത് ഇവിടെ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം തന്നെ നേരിട്ട് പട്ടിക്കാട് ജാമിയ നൂരിയയിലെത്തിക്കൊണ്ട് അവിടെ അദ്ദേഹം എല്ലാവരുമായിട്ടും സൗഹൃദം പങ്കിടുന്നതിൻ്റെ ഒരു സുന്ദരമായിട്ടുള്ള കാഴ്ചയാണ് ഇപ്പോൾ എല്ലാവരും കാണുന്നത്. വളരെ മാതൃകാപരവും പ്രൗഢഗംഭീരവുമായ ഒരു സ്വീകരണമാണ് അദ്ദേഹത്തിന് അവിടെ നിന്ന് കിട്ടിയത്. എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. പ്രത്യേകിച്ച് അദ്ദേഹം അതിൻ്റെ സുപ്രധാനമായിട്ടുള്ള ഒരു ഓഫീസിലെത്തിക്കൊണ്ട് ബഹുമാനനും ആദരണീയനുമായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറിയും അതുപോലെ തന്നെ MLA കൂടിയായിട്ടുള്ള പട്ടിക്കാടിൻ്റെ പട്ടിക്കാട് ജാമിയ നൂരിയയുടെ വിജയത്തിന് വേണ്ടി എല്ലാ കാലത്തും എന്നും അടിയുറച്ച് മുന്നോട്ട് പോയിട്ടുള്ള അബ്ദുൽ ഹമീദ് മാഷെ പോലുള്ള ഒരാൾ അവിടെ ഓഫീസിലുണ്ടാകുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ഓഫീസിൽ ഇരുന്നു കൊണ്ട് ഏറെ സമയം അദ്ദേഹത്തോടൊപ്പം ഓഫീസിൽ അദ്ദേഹം അവിടെ ചെലവഴിക്കുന്നതുമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള കാഴ്ചയാണ് ഇപ്പോൾ എല്ലാവരും അത് കാണുന്നത്. വളരെ സന്തോഷവാനാണ് അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ട് ഹമീദ് മാഷോടൊപ്പം സമയം ചെലവഴിക്കുകയാണ്. അദ്ദേഹം അവിടെ എത്തിയപ്പോൾ തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരും അദ്ദേഹത്തിൻ്റെ അനുയായികളുമായിട്ടുള്ള എത്രയോ ആളുകളാണ് അദ്ദേഹത്തോടെ അടുത്തേക്ക് ഓടിയെത്തിക്കൊണ്ട് ഫോട്ടോ എടുക്കാനും അദ്ദേഹത്തെ പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു സ്വീകരണമൊരുക്കാനും. അദ്ദേഹം ആ സ്ഥാപനത്തിൽ ഒരിക്കലും അന്യനല്ല, അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. അതിലുപരി അവിടെ സമസ്തയുടെ യുവജന വിഭാഗമായിട്ടുള്ള SOSൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. അങ്ങനെ ഒരു സുപ്രധാനമായിട്ടുള്ള പദവിയിലൊക്കെ ഇരിക്കുന്ന അദ്ദേഹത്തെ പോലെ ഒരാളെ മാറ്റാനോ അല്ലെങ്കിൽ അവിടേക്ക് വരുന്നതിനെ വിലക്കാനോ ആർക്കും സാധിക്കുകയില്ല. കാരണം അദ്ദേഹം അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. അദ്ദേഹം സമസ്തയുടെ യുവജന വിഭാഗത്തിൻ്റെ സംസ്ഥാന ഭാരവാഹിയാണ്. അതുകൊണ്ടൊക്കെ തന്നെ അദ്ദേഹത്തിന് പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള രൂപത്തിലും അവിടെ സമസ്തയുടെ യുവജന വിഭാഗത്തിൻ്റെ ഭാരവാഹി എന്നുള്ള രൂപത്തിലും അതിനെല്ലാം ഉപരി ആ സ്ഥാപനത്തെ സ്നേഹിക്കുന്ന, സ്ഥാപനത്തെ പിന്തുണക്കുന്ന, സ്ഥാപനത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന അദ്ദേഹത്തിന് എപ്പോഴും അവിടേക്ക് എത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് അവിടേക്ക് അദ്ദേഹം എത്തിയപ്പോൾ അദ്ദേഹത്തിന് പ്രൗഢഗംഭീരമായിട്ടുള്ളൊരു സ്വീകരണം കിട്ടിയത്. വളരെ സന്തോഷവാനായിട്ടൊരു പുഞ്ചിരിയോട് കൂടിയാണ് അദ്ദേഹം അവിടേക്ക് എത്തിച്ചേർന്നത്. അദ്ദേഹത്തിനെ സ്വീകരിക്കാനും അദ്ദേഹത്തോട് കുശലാന്വേഷണത്തിനുമായി ആളുകളും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരും അദ്ദേഹത്തിൻ്റെ പ്രവർത്തകരും അദ്ദേഹത്തിൻ്റെ അനുയായികളും ഓടിയെത്തുമ്പോൾ അദ്ദേഹം പുഞ്ചിരിയോടുകൂടി അവിടെ സലാം പറഞ്ഞുകൊണ്ട് അവരോടൊക്കെ കാര്യങ്ങൾ ചോദിച്ചറിയുന്ന, അവർക്ക് പറയാനുള്ളത് കേൾക്കുന്ന ഒരു സുന്ദരമായിട്ടുള്ള കാഴ്ചയാണ് നമ്മളെല്ലാവരും കാണുന്നത്. വളരെ മാതൃകാപരവും പ്രൗഢഗംഭീരമായിട്ടുള്ളൊരു സ്വീകരണം അദ്ദേഹത്തിന് കിട്ടാൻ കാരണം അദ്ദേഹം ഇന്ന് കേരളീയ പൊതുസമൂഹത്തിലും അതുപോലെ തന്നെ ഈ അവരുടെ പ്രസ്ഥാനമായിട്ടുള്ള സമസ്തയിലുമൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ സ്വാധീനമാണ്. ആ സ്വാധീനത്തിലൂടെ അദ്ദേഹത്തിന് പ്രൗഢഗംഭീരമായ ഒരു സ്വീകരണമാണ് കിട്ടിയത്. ആ സ്വീകരണം അദ്ദേഹം നല്ല രൂപത്തിൽ ഉപയോഗിക്കുകയും അദ്ദേഹം ആ ഒരു സ്വീകരണം ഏറ്റുവാങ്ങുകയും ഒക്കെ ചെയ്തുകൊണ്ട് ജാമിയയിൽ എത്തിയിരിക്കുകയാണ്. പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജ് എന്ന് പറയുന്നത് കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഇസ്ലാമിക പ്രബോധന രംഗത്ത് ഒരു മാതൃക സൃഷ്ടിച്ച സ്ഥാപനമാണ്. ബാഫക്കി തങ്ങളും പൂക്കോയ തങ്ങളും ശിഹാബ് തങ്ങളും ഹൈദരലി ശിഹാബ് തങ്ങളും പ്രൗഢഗംഭീരമായി അതിനെ
മുന്നോട്ട് കൊണ്ടുപോയ സ്ഥാപനമാണ് ഇപ്പോൾ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ. നല്ല മികച്ച രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ആ ഒരു സാഹചര്യത്തിൽ ആ സ്ഥാപനത്തിലെ ഒരു സുപ്രധാനമായിട്ടുള്ള പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു പരിപാടിക്ക് SYSൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിനെ മാറ്റി നിന്ന് നിർത്തി അങ്ങോട്ടേക്ക് അദ്ദേഹത്തിന് അവിടെ വിലക്കേർപ്പെടുത്തി എന്നുള്ള തെറ്റായ രൂപത്തിലുള്ള പ്രചരണങ്ങൾക്കൊക്കെയുള്ള ഒരു മറുപടി ആയിട്ടാണ് അദ്ദേഹം ഇന്ന് അല്പസമയം മുമ്പ് പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജിലെത്തിക്കൊണ്ട് ആ പ്രൗഢഗംഭീരമായിട്ടുള്ള സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഒരു സുന്ദരമായിട്ടുള്ള കാഴ്ചയാണ് അദ്ദേഹം എല്ലാവരുടെയും മുന്നിൽ ഇപ്പോൾ ഞാൻ അവതരിപ്പിക്കുന്നത്. എല്ലാവരും ഫോട്ടോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇനിയും കുത്തിത്തിരിപ്പും വ്യാജ പ്രചരണങ്ങളും ഉണ്ടാക്കുന്നവരൊക്കെ അതൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജിനെ പോലുള്ള സ്ഥാപനങ്ങൾ വിജയിക്കുന്നതിനും അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിനെ പോലുള്ള ആളുകളൊക്കെ ഇനിയും ഇസ്ലാമിക പ്രബോധന രംഗത്ത് കുതിച്ചുചാട്ടമുണ്ടാക്കാവുന്ന രൂപത്തിൽ ഇസ്ലാമിക പ്രബോധകരായി മാറാൻ അവർക്കെല്ലാവർക്കും സാധിക്കട്ടെ. അതിലൂടെ ഇസ്ലാമിക പ്രബോധനം കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് മുന്നോട്ട് പോകട്ടെ. അതിന് ഹമീദ് ഫൈസി അമ്പലക്കടവിനെ പോലുള്ള ധീരന്മാരായിട്ടുള്ള ആളുകൾ കൂടി അതിൽ പങ്കാളികളാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്.